ഞങ്ങൾ യാത്ര തുടങ്ങിയത് രാജീവ് ചന്ദ്രശേഖരനെ കണ്ടുകൊണ്ടായിരുന്നു. പാറശാല മണ്ഡലത്തിൽ നിന്ന് മടങ്ങുന്ന വഴി ഇപ്പോൾ ഇതാ ഞങ്ങൾ മഞ്ചേശ്വരത്തെത്തി, ശ്രീ കെ സുരേന്ദ്രനോടൊപ്പം എത്തി. അപ്പോൾ വലിയ പ്രതീക്ഷയാണ് ഇത്തവണ BJP വെച്ച് പുലർത്തുന്നത്. മഞ്ചേശ്വരത്ത് മാത്രമല്ല, സംസ്ഥാനത്തുടനീളം. എന്താണ് ഇത്രയും ദിവസത്തെ പ്രചാരണം വെച്ച് അങ്ങയുടെ ഒരു വിലയിരുത്തൽ? മഞ്ചേശ്വരം മണ്ഡലത്തിൻ്റെ കാര്യമാണെങ്കിൽ ഞാൻ ഇത്തവണ ഞങ്ങൾ 100% ജയിക്കും, നല്ല ആത്മവിശ്വാസമുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. കാരണം ഞങ്ങൾ കുറേ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഞങ്ങൾ തോൽക്കുന്നതല്ല, ക്രോസ് വോട്ട് ചെയ്ത് ഞങ്ങളെ തോൽപ്പിക്കുന്നതാണ്. പക്ഷേ അത്ര വലിയൊരു സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻ ആണെന്ന് ആരും അങ്ങനെ പറഞ്ഞിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇവിടെ എൻ്റെ തൊട്ടടുത്തുള്ള സ്ഥാനാർത്ഥി, കാസർഗോഡ് സ്ഥാനാർത്ഥി, UDF സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞു ഞങ്ങൾ കഴിഞ്ഞ 10 വർഷമായിട്ട് ജയിക്കുന്നത്, 2 മണ്ഡലത്തിലും ജയിക്കുന്നത് CPM വോട്ട് കൊണ്ടാണെന്ന്. അപ്പോൾ എല്ലാവർക്കും അറിയാം അതിപ്പോൾ. ഇത്തവണ 2-3 ഘടകങ്ങൾ ഈ ഡീലിനെ സംബന്ധിച്ച് UDFും LDFും തമ്മിലുള്ള ധാരണ, പിന്നെ തെരഞ്ഞുപിടിച്ച് തോൽപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ, ഇതെല്ലാം ജനങ്ങൾക്കിടയിൽ വലിയ അമർഷം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇവിടെ LDF ആദ്യം അവർക്ക് നല്ല വോട്ട് പിടിക്കാൻ സാധിക്കും. കാരണം ഷാനവാസ് പാദൂറിനെ മത്സരിപ്പിച്ചാൽ അവരുടെ പാർട്ടിക്ക് നല്ല വോട്ട് പിടിക്കാൻ സാധിക്കും എന്നുള്ള ഒരു ഫീലിങ്ങിൽ അവരുടെ ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയൊക്കെ ഷാനവാസിനെയാണ് നിശ്ചയിച്ചത്. പക്ഷേ സംസ്ഥാനത്ത് എത്തിയപ്പോൾ അവർ മാറ്റി, BJP ജയിക്കും എന്നുള്ളൊരു ഭീതി അവരെ പടർത്തിയിട്ട് അവർ സ്ഥാനാർത്ഥിയെ മാറ്റി. രണ്ടാമത്തത്, ഇവിടെ SDPI മത്സരിച്ചു, അപ്പോൾ പറഞ്ഞു BJP മത്സരിപ്പിച്ചാണെന്ന് പറഞ്ഞു. സത്യത്തിൽ SDPI അവരുടെ എന്താ പറയുക, ഞാൻ മനസ്സിലാക്കുന്നത് അവരുടെ ആത്മാഭിമാനം അങ്ങ് പാതാളത്തോളം താഴ്ന്നു പോയപ്പോഴാണ് അവർ ഇവിടെ മത്സരിക്കാൻ തീരുമാനിച്ചത്. അത്ര വലിയ അമർഷം ഇവർ 2 പാർട്ടികൾ തമ്മിലുണ്ടായിരുന്നു. അപ്പോഴാണ് കേരളം കണ്ടത് ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടില്ല. കുഞ്ഞാലിക്കുട്ടി വരുന്നു, പാണക്കാട് തങ്ങൾ വരുന്നു, AK ആൻ്റണി വരുന്നു, കോൺഗ്രസ്, എല്ലാ നേതാക്കളും മതസംഘടനകളും അവർ പറയുന്ന ഒരേ ഒരു പോയിന്റ്, BJP ജയിച്ചു പോകുന്നുള്ളൊരു. BJP ജയിച്ചു പോകുന്നുള്ള പ്രചാരണത്തിൻ്റെ അടിസ്ഥാനമല്ല. കാരണം നേരത്തെ SDPI ഇവരുടെ കൂടെ ആയിരുന്നു. SDPI ഇവരുടെ കൂടെ നിന്നു, LDF വോട്ട് മറിച്ചു. അപ്പോഴും 89 വോട്ടിനാണ് ഞങ്ങൾ പരാജയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് ഓൾറെഡി ഉള്ളതാണ്. പക്ഷേ ഇത്തവണ അവർ വളരെ ഒരു ഭീതിയോടുകൂടി ഈ രീതിയിൽ കാര്യങ്ങൾ ഡീൽ ചെയ്തപ്പോൾ വോട്ടർമാർക്കിടയിൽ മനസ്സിലായി കഴിഞ്ഞ 10 വർഷം ഞങ്ങളെ തെരഞ്ഞുപിടിച്ച് തോൽപ്പിച്ചത് ശരിയായില്ല, അതുകൊണ്ട് ഒരു ഗുണവും നാടിനുണ്ടായില്ല, കുറച്ച് വികസനം ഉണ്ടാവുമായിരുന്നു, ഞങ്ങൾക്കൊരു അവസരം കിട്ടിയിരുന്നില്ല. ആ ഫീലിംഗ് ഇവിടെ എല്ലാവർക്കും. മൊത്തത്തിലെ ഡീൽ എങ്ങനെയാണെന്ന് സത്യത്തിൽ ഇപ്പോൾ ജനങ്ങൾ കൺഫ്യൂഷൻ. ഇന്നിപ്പോൾ VD സതീശൻ മുഖ്യമന്ത്രിയോട് ചോദിച്ചു, SDPIയുടെ വോട്ട് വേണ്ട എന്ന് പറയാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ എന്ന് VD സതീശൻ ചോദിച്ചു. ഇവിടെ SDPI സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് VD സതീശനാണെന്ന് സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞു, കുഞ്ഞാലിക്കുട്ടിയും VD സതീശനാണെന്ന്. അല്ല, ഇവിടെ SDPI ആരുമായിട്ടാണ് ഡീൽ? അല്ല, SDPIയുടെ പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട പ്രധാനി സതീശനാണ്, കുഞ്ഞാലിക്കുട്ടിയാണ്. ശരിയാണ്, പിണറായി വിജയനോട് ഈ ചോദ്യം ചോദിക്കണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടിയോടൊക്കെ ഈ ചോദ്യം ചോദിക്കണം. പക്ഷേ ഈ സതീശൻ എന്ന് പറയുന്ന മനുഷ്യനുണ്ടല്ലോ, അദ്ദേഹം ആദ്യം പറഞ്ഞത് ഞങ്ങൾക്ക് SDPIയുടെ വോട്ട് വേണ്ടെന്നാണ്. SDPIയുടെ വോട്ട് ഞങ്ങൾക്ക് ഒരു മണ്ഡലത്തിലും വേണ്ട എന്ന് പറഞ്ഞ സതീശൻ മഞ്ചേശ്വരത്ത് SDPI മത്സരിച്ചപ്പോൾ അവരുടെ തിണ്ണ നിറങ്ങാന്ന് ഞാൻ പറയുന്നില്ല, അദ്ദേഹത്തിൻ്റെ സ്ഥിരം വാക്കാണത്. തിണ്ണ നിറങ്ങി കാല് പിടിച്ച് പാണക്കാട് തങ്ങളെ ഇറക്കി, പിന്നെ കുഞ്ഞാലിക്കുട്ടിയെ ഇറക്കി, ജിഫ്രി തങ്ങളെ ഇറക്കി, SKSSF എല്ലാവരെയും ഇറക്കി SDPI പിൻവലിപ്പിച്ചു. ആ മനുഷ്യനാണ് വേറെ ആൾക്കാരോട് ചോദിക്കുന്നത്. പിണറായി വിജയനും SDPIയും തമ്മിൽ ഡീലുണ്ട്, പല മണ്ഡലങ്ങളിൽ അവർ ഒരുമിച്ചാണ്. പക്ഷേ SDPI പല മണ്ഡലങ്ങളിലും UDFനെയും സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് സതീശൻ്റെ ഈ വാദത്തിന് യാതൊരു പ്രസക്തിയുമില്ല. ഇവർ രണ്ടുപേരും ഒരേ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. ഇവിടെ യഥാർത്ഥ ഡീൽ എല്ലാവർക്കും തെളിഞ്ഞല്ലോ, ഞങ്ങളെ ഒറ്റ തിരിഞ്ഞ് തോപ്പിക്കുക എന്നുള്ള ഒരു അജണ്ടയാണ് എത്ര വർഷമായിട്ട് ഇവരെടുക്കുന്നത്. അത് കുറച്ച് ചുരുക്കം സീറ്റുകളിലാണല്ലോ BJPക്ക് സാധ്യതയുള്ളത്.